എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ പ്രസംഗം നടത്തിയ സ്ഥലത്ത് ജബലുർ റഹ്മ എന്ന് പറയുന്ന, കണ്ടോ ജബലുർ റഹ്മാൻ്റെ ബോർഡ് കണ്ടില്ല നിങ്ങൾ? എവിടെ കണ്ടു? ആ, ജബലുർ റഹ്മാൻ്റെ ബോർഡ്. ആ ജബലുർ റഹ്മാൻ്റെ ബോർഡ് കൂടെ നോക്കാൻ ആ മലമ്മ ഒരു സ്തൂപം കണ്ടില്ലേ? അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് വിടൽ വാങ്ങൽ പ്രസംഗം നടത്തിയത്. അവിടെ കയറുക, ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, അവിടുന്ന് നല്ലെന്ന് ദ്വാരക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തബറുക്ക് കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. നമ്മളെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈമാനും തഖ്വയും ഇഖ്ലാസും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ. നമ്മളെ കുടുംബങ്ങളിൽപ്പെട്ട, അയൽവാസികൾപ്പെട്ട, മക്കളിൽപ്പെട്ട, മരുമക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, വിശിഷ്യ ഉബ്ബുൽ മദീനയിലെ സഹോദര സഹോദരിമാർ എല്ലാവർക്കും ജബലുർ റഹ്മ കാണാനും ഇവിടെ വന്ന് തബറുക്ക് എടുക്കാനും അതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് കാരണമായി നമ്മളെ വിഷമങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകട്ടെ. നമ്മൾ ഈ പരിശുദ്ധ ഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്ത എല്ലാ അമലുകളും റഹ്മാനായ റബ്ബ് കുറ്റമറ്റതായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ദിക്റും സലാത്തും സദക്കയും ഖുർആനോത്തും ഒക്കെ നമ്മൾ നടത്തി എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിച്ച് ഖബറിലും മഹ്ശറിലും ഉപകാരം കിട്ടുന്ന അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ഇനി അതിൽ കയറി താഴെ വന്ന് ഇറങ്ങി ഇവിടെ എത്തട്ടോ. ഈ മൂലക്കെ എത്തണം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.